അപ്പോൾ പിന്നെ ഈ നരഭോജി കടുവേനെ കൂട്ടിലാക്കാനുള്ള ശ്രമം നമ്മൾ 2 ദിവസമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഈ കടുവ കൂട്ടിൻ്റെ അടുത്ത് ഇന്നലെയും ഇന്നുമായിട്ട് വന്നു, കൂടിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്, പക്ഷേ കൂട്ടിൻ്റെ അകത്ത് കയറുന്നില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RRT ടീം ഇന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ കടുവേനെ അകപ്പെടുത്താനും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി സെർച്ച് നടത്തി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ജയസൂര്യ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അത് പിന്നെ അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പരിക്കൊന്നും ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടേൻ്റെ ഇവിടെ ഒരു നഖം കൊണ്ടുകയറി എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിക്ക് എന്ന് പറയുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കി DFൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആ ഫോറസ്റ്റിൽ തന്നെ പിന്നെ സക്രിയയുടെ നേതൃത്വത്തിൽ തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടുവേനെ ഇപ്പോഴും ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ കടുവ ഇങ്ങനെ നിന്ന് കിട്ടുന്നില്ല, വെടിവെക്കാനായിട്ട് നിന്ന് കിട്ടുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിനെങ്ങനെ ലൊക്കാലിറ്റി ചെയ്ത് ഇങ്ങനെ കടുവേനെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും ഈ നിമിഷവും അവർ കാട്ടിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിക്ക് പറ്റിയാൾക്ക് വേറെ വിഷയങ്ങളില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കടുവയ്ക്ക് വെടിയേറ്റില്ല എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാവുന്നത്? അതെ, കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതെ, ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടാമത്തെ ഒരു ആക്രമണമല്ലോ ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കടുവനെ ക്യാച്ച് ചെയ്യാതെ നമുക്ക് ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം രണ്ടാമത്തെ ഈ ഒരു ആക്രമണം കൂടി വന്നതിന് ശേഷം പ്രദേശവാസികൾ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് പിന്മാറാൻ നമുക്ക് ഒരിക്കലും സാധിക്കും തോന്നുന്നില്ല. അനുജ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളാണ്. മന്ത്രി OR കേളു സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കടുവയെ പിടികൂടാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കടുവ കൂടിന് പരിസരത്ത് വരെ എത്തുന്നുണ്ട്, പക്ഷെ കൂട്ടിൽ കയറുന്നില്ല. 2 കൂടുകൾ ആ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ 2 കൂടിനടുത്തേക്കും കടുവ വരുന്നുണ്ട്, പക്ഷേ കൂട്ടിൽ കയറുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം രണ്ടാമത്തെ ആക്രമണമാണ്. ആദ്യത്തെ ആക്രമണത്തിൽ നമുക്കൊരു ജീവൻ നഷ്ടമായിരുന്നു. രണ്ടാമത്തെ ആക്രമണം അത് RRT ഉദ്യോഗസ്ഥന് നേരെയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്നുണ്ടെങ്കിലും നരഭോജി കടുവയായി കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ കടുവയെ പിടികൂടാതെ ഇനി പിന്നോട്ടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും വനവകുപ്പും ഒക്കെ എത്തിയിട്ടുണ്ട്. അത് വലിയ ആശ്വാസമാണ്. പ്രദേശവാസികളെ സംബന്ധിച്ചും അത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാലും അപ്പോൾ കടുവയെ പിടികൂടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. കടുവയെ മയക്കുവെടി വെക്കാൻ രാവിലെ മുതൽ പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിനിടെയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘാംഗമായ ജയസൂര്യയ്ക്ക് പരിക്ക് പറ്റിയത്. കടുവ ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഡാട്ടിംഗ് ടീമിനെയാണ് ഡോക്ടർ അരുൺ സക്കറിയ അവിടേക്ക് ആ മേഖലയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. മയക്കുവെടി വെക്കാൻ പലതവണ ശ്രമിച്ചു, പക്ഷേ ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കുന്നില്ല കടുവ.